നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ മാറ്റിമറിച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി, നമ്മളെ മറ്റൊരു ലോകത്തിൽ പാർപ്പിക്കുവാൻ വേണ്ടി, കാഴ്ചയില്ലാത്തവർക്ക് കണ്ണ് കാണുവാൻ വേണ്ടി, ഇങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ് ഇലോൺ മസ്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ യഥാർത്ഥ അയൺമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്കിന്റെ ഓരോ പ്രോജക്റ്റുകളും എന്താണ്, അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. സ്പേസ് എക്സ് മാർസ് മിഷൻ. ഈ മിഷന്റെ ഉദ്ദേശം എന്തെന്നാൽ, ഭൂമിയിൽ ദിനോസറുകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും സംഭവിച്ചതുപോലുള്ള വംശനാശം ഒരു കാലത്ത് മനുഷ്യർക്ക് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഒരുപക്ഷെ നമ്മളെ ഓർക്കുവാൻ പോലും ഈ ഭൂമിയിൽ യഥാർത്ഥ ജീവൻ നൽകുന്ന ഒരു സോഴ്സ് ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മാർസിൽ ഒരു കോളനി പണിയുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതായത് ഒരു ബാക്കപ്പ് എർത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോക്കറ്റാണ് അദ്ദേഹം ഇതിനുവേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ മാർസിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. റോക്കറ്റിന്റെ പേര് സ്റ്റാർഷിപ്പ്. 121 മീറ്റർ ആണ് ഈ റോക്കറ്റിന്റെ ഉയരം. അതായത് ഒരു 40 നില കെട്ടിടത്തിന്റെ അത്രയും വരും. 180 ടൺ സാധനങ്ങളും 100 മനുഷ്യരെയും ഒറ്റ യാത്രയിൽ ഈ റോക്കറ്റിന് കൊണ്ടുപോകുവാൻ സാധിക്കും. 2026 അതായത് ഈ വർഷം അദ്ദേഹം ഇതിനുവേണ്ടി ഒരു റോബോട്ടിനെ അയച്ച് ടെസ്റ്റ് നടത്തും. തുടർന്ന് 2028 ആദ്യത്തെ മനുഷ്യനെയും 2050 ആകുമ്പോൾ 10 ലക്ഷം ആളുകളെയും മാർസിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വന്നേക്കാം, എന്നാൽ ഈ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. മനുഷ്യരെ 2 ഗ്രഹത്തിൽ പാർപ്പിക്കുവാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ 2 ഗ്രഹത്തിൽ മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ആരംഭത്തിനാണ് അദ്ദേഹം തുടക്കം കുറിക്കുവാൻ പോകുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. AI റോബോട്ടിക് യുഗം. റോബോട്ടുകൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിന്റെ തന്നെ ടെസ്ല എന്ന കമ്പനിയാണ് ഈ ഒരു കാര്യത്തിന് പിന്നിൽ. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ടെസ്ല എന്ന ഇലക്ട്രിക് കാർ. ഫുൾ സെൽഫ് ഡ്രൈവിംഗ് വരുന്ന ഒരു കാർ അദ്ദേഹം ഭാവിയിലേക്കായി കരുതുന്നുണ്ട്. പേര് പോലെ തന്നെ നമുക്ക് കാറിനകത്ത് കയറി ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അതായത് കാറിൽ കയറി TV കാണാം, പാട്ട് കേൾക്കാം, എന്തിനേറെ പറയുന്നു, വേണമെങ്കിൽ ഉറങ്ങുക വരെ ചെയ്യാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. നമ്മൾ ലക്ഷ്യസ്ഥാനം മാത്രം കാറിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാർ തനിയെ തന്നെ ഡ്രൈവ് ചെയ്ത് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഒപ്റ്റിമസ് റോബോട്ട്. പാത്രങ്ങൾ കഴുകും, വീട് വൃത്തിയാക്കും, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. എന്തിനേറെ പറയുന്നു, ഓഫീസിലെ ജോലികൾ വരെ ഇവ ചെയ്യും. അതായത് ഇലോൺ മസ്കിന്റെ ആഗ്രഹം എന്തെന്നാൽ, ജോലികളെല്ലാം റോബോട്ട് ചെയ്യും. മനുഷ്യർ ആർട്സ്, സിനിമ, സ്പോർട്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനുഷ്യൻ ചെയ്താൽ മതിയാകും. ബാക്കിയെല്ലാം റോബോട്ടിന്റെ കയ്യിൽ. പെട്രോൾ ഇല്ലാതെ ലോകം മുഴുവനും ബാറ്ററിയും സോളാറും ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്കുള്ള പല കാര്യങ്ങളും ഇന്ന് നടപ്പിലായി കഴിഞ്ഞു. ന്യൂറോലിങ്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതും. അതായത് ന്യൂറോലിങ്ക് എന്ന ഒരു ചിപ്പ് തലയിൽ ഘടിപ്പിക്കും. നൂൽ പോലെയുള്ള ഒരു വയർ ബ്രെയിനിലേക്കും. ഇതിന്റെ ഉദ്ദേശം എന്തെന്നാൽ, കൈയില്ലാത്തവർക്ക് മൈൻഡ് ഉപയോഗിച്ച് ഫോണുകൾ യൂസ് ചെയ്യാം. കാഴ്ചയില്ലാത്തവർക്ക് കാണുവാൻ സാധിക്കും. ഡിപ്രഷൻ ഉണ്ടാവാതെ നോക്കും. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനോടൊപ്പം ചേരും. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ChatGPT-യോട് ചാറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് ഇന്നുണ്ടാകുന്ന പല ക്രമക്കേടുകളും പിന്നീട് ഉണ്ടായി എന്ന് വരില്ല. മറിച്ചാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവവും സംഭവിക്കാം. ഏറ്റവും സ്മാർട്ടായിട്ടുള്ള AI. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓപ്ഷൻസുകൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഇലോൺ മസ്ക് പറയുന്നത് അതൊന്നും പോരാ, അതിലും വലുത് അനിവാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം XAI നിർമ്മാണത്തിലും കൂടിയാണ്. അതിന്റെ ഒരു തുടക്കമാണ് ഗ്രോക്ക് AI. ഇവയുടെ പ്രത്യേകതകളായി വരുന്നത്, ക്യാൻസറിന് വരെ മരുന്ന് കണ്ടുപിടിക്കും, റോക്കറ്റുകൾ ഡിസൈൻ ചെയ്യും, സയൻസിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്നിങ്ങനെ ഒട്ടനവധി അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവയിൽ ഉൾപ്പെടും. അതായത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപത്ത് കൂടി പിടിച്ച ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സേഫായുള്ള AI നിർമ്മിക്കുമെന്ന് പറയുന്നത്.
ബോറിംഗ് കമ്പനി. വളരെയധികം ട്രാഫിക്കുകളുള്ള കാലഘട്ടമാണല്ലോ ഇന്നത്തേത്. ഇത് വല്ലാണ്ട് വലയ്ക്കുകയും ചെയ്യുന്നു, നമ്മുടെ സമയം പാഴാക്കുന്നു. എന്തിനേറെ പറയുന്നു, സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഇവ ബാധിക്കുന്നു. ഇതിനൊരു പ്രതിവിധി എന്ന വണ്ണം അദ്ദേഹം ടണലുകൾ കുഴിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നഗരത്തിന് താഴെ എലവേറ്ററുകൾ ഇറക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നഗരത്തിന് താഴെ എലവേറ്റർ കാറുകൾ ഇറക്കുവാൻ കഴിയും. 250 km/h സ്പീഡിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഹൈപ്പർ ലൂപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഓരോ സ്ഥലത്തേക്കും എത്തുവാൻ കഴിയും. അതായത് അതിവേഗത്തിൽ മിനിറ്റുകൾ കൊണ്ട് ഓരോ സ്ഥലത്തേക്കും എത്തുവാൻ കഴിയും. നമ്മുടെ സമയം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം നിർമ്മിക്കുമെന്ന് പറയുന്നതും ഈ ഒരു കാര്യം നിർമ്മിക്കുന്നതിന്റെ പരിശ്രമത്തിൽ ആയിരിക്കുന്നതും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രായോഗികം ആകുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്തായി വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. അതായത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.